ഡേ 2 ഡേ 1 ഡേ 2 3 കരിഞ്ഞ മുട്ട അവന് കൊടുത്തു. என்னங்க பாக்குறீங்க? ബേസിക്കലി ഇപ്പൊ കട്ട പോസ്റ്റായി. ഇനി ഞങ്ങൾ കാട്ടിൽ വന്ന് പെട്ടു ഗൈസ്. வழி இருக்கா இங்க? ஏத்ரா 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 போடா. ക്ലാസിക് 350 സ്ട്രഗിൾഡ് എ ലോട്ട്. ഇനി ഓഫ് റോഡ് അവൻ ചോദിക്കോ? അതെ. അയ്യോ എന്റെ മൂക്ക് ഞാൻ ജോക്കർ പോലെ ആയി കണ്ടോ. ഡേ 2 ഡേ 1 ഡേ 2 3 ആമല്ല സ്റ്റാർട്ട് പണി ഡേ 3. ബൈക്ക് തള്ളാൻ ഒരാൾ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്. ഭഗവാനെ ആ ചളി മൊത്തം എൻ്റെ മേലെയാണല്ലോ തെറിക്കുക. നമ്മള് ഇന്ന് പൈക്കാല ഫോൾസ് ആണ് പോകുന്നത്. സോ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയേക്കാണ്. വി ഹാവ് അവർ വ്ളോഗർ ഹിയർ. ബാക്കി എല്ലാവരും എവിടെയുണ്ട്? ഞാൻ ദോശ വന്നിട്ടുണ്ട്. என்ன சொன்ன சாப்பிட? நெய் ரோஸ்ட்டுங்க. நானும் நெய் ரோஸ்ட் தான். நீங்க? என்ன காபி அடிச்சிட்டாங்க? ப்ளைன் ரோஸ்ட். நீ? நெய் ரோஸ்ட். 3 நெய் ரோஸ்ட் ஒரு ப்ளைன் ரோஸ்ட். நெய் ரோஸ்ட் யார் கொடுத்தது? ஐயோ சபா செல்டா நெய் ரோஸ்ட் கண்டுபிடிச்சு. நெய் ரோஸ்ட் நானா சொன்னேன் கீ ரோஸ்ட். செல்டா തല്ലൂടല്ല കേരള തമ്മിൽ സണ്ടോ. ദോശയ്ക്ക് വേണ്ടി തല്ലൂടണം. ആരാ പറഞ്ഞേന്നു? നെയ് റോസ്റ്റ് കണ്ടുപിടിച്ചത് ആശിഷ്. വന്ന് ഗൈസ് ഓൾറെഡി 2 തിന്നാൻ തുടങ്ങി. പ്ലെയിൻ ദോശ പാകത്തിന് കിട്ടിയിട്ടില്ല. പറഞ്ഞ് നാക്കിടുന്നില്ല അപ്പത്തേനും വന്നു. കരിഞ്ഞ മുട്ട അവന് കൊടുത്തു. என்ன பண்ணியாச்சு? வரீங்களா? என்னடா ஒண்ணுமே புரியலடா. ஏன்டா என்ன ரோடு சபா இப்பவே கண்ண கட்டுது. கரெக்ட்டா நம்ம ஊட்டியே போறோம். இல்லையே. நான் ஊட்டி போட்டுருக்கேன். ஊட்டி இல்ல அடுத்த ஒரு ரைட் வரும்னு தான போட்டுருக்கு. முடி இப்போ பார்த்தீங்கன்னா ஃப்ரெண்ட்ஸ் கொத்தமுடிக்கு வந்திருக்கோம். இவங்க 2 பேரும் எங்கே போனாங்கன்னே தெரில. ரொம்ப முன்னாடி போயிட்டாங்கன்னு நினைக்கிறேன். கொஞ்சம் ரோடு சேதியாக தான் இருக்குது.
சகதி தான் அது நாங்கள் சொல்லுவோம். ஆமாம், தமிழில் சகதி தான். இந்த மாதிரி சச்சின் படத்தில் வர மாதிரி பாகு. டீ கடை டீ கடை. ചായ நானும் ஒரு இடத்துல நின்னோம் ஜாலியா. பஞ்ச் வேணுமா ஹுக் வேணுமா? நீ விட்டுட்டு போயிட்டு நல்லா ஸ்பேஸுங்க அதெல்லாம். ഇവൻ നിൽത്ത മാട്ടാണ്ടാ. சூப்பரா இருக்குதா? இல்ல நம்ம வந்து அந்த மாதிரி இடத்த தான் எதிர்பார்க்கிறோம். யாருமே இல்ல. நம்மளும் எந்த இடத்துலயும் நிப்பாட்டவே இல்லை இது வரைக்கும். ஆனா அந்த இடம் பார்த்ததும் நிப்பாட்டணும்னு தோணுச்சு. நல்லது, அவ்வளோ நல்ல இடம். தேங்க்ஸ். கேமரா மைக்க கீழே போட்டேன். ആക്ച്വലി അത് ആളേ ഇല്ല தெரியுமா? സൂപ്പറാ இருந்துச்சு. രാവിലെ ചായ കുടിച്ചിട്ടില്ല, അപ്പം അതുകൊണ്ട് പൈക്കാല പോകുന്ന വഴി ചായ കുടിക്കാന്ന് വെച്ചു. என்ன ஏங்க பாக்குறீங்க? അഴകാ ഇരിക്കല്ലേ. അഴകും അറിവും കലം. പോകുന്ന വഴി ഹെൽമെറ്റ് പിന്നെയും ചോദിച്ചാൽ എന്ത് ചെയ്യും? ഓൾറെഡി ഒരിക്കൽ ചോദിച്ചാണെന്ന് പറഞ്ഞു. നമ്മൾ ഫൈൻ കിട്ടിയിട്ടില്ലല്ലോ. ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചു ഗൈസ്. ഞങ്ങൾ വണ്ടി നിർത്താതെ പോയി. അതൊക്കെ തന്നെ ചിരിച്ചിട്ടില്ല. എന്റെ ചായ മാറ്റി എന്റെ കോഫി എടുത്ത് കുടിച്ചു. ഇതെന്തോ ഒരു വൃത്തിയായിട്ട് ടേസ്റ്റ് நீங்க ரெண்டு பேரும் வந்து மோதுற மாதிரி அந்த இதுக்கு எப்படி இப்ப வர ചോദിച്ചതിന്റെ കാരണം ഇവര് രണ്ടുപേരാണ്. அந்த வேன் பிளேட் வந்துட்டு அவன் அங்க போலீஸ் நிக்கவே நமக்கு தெரியாது ஸ்பீடுல. ഓക്കെ, നമ്മൾ പൈക്കാതയുടെ പ്ലാൻ വിട്ടിട്ട് അവസാനം ഗ്ലെൻമോർഗൻ പോകാമെന്ന് വെച്ചു. കാരണം പൈക്കാത ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്ലാൻ വിട്ടു. പക്ഷെ ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഗ്ലെൻമോർഗനിലേക്ക് ആരെയും വിടുന്നില്ല. ഞങ്ങളിപ്പോൾ അവിടെ നിൽക്കുന്നത് ഇത് ഈ കാണുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഗ്ലെൻമോർഗൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ വിടുന്നില്ല. ദേ അവിടെ കണ്ടോ, ആ ചേട്ടൻ പറഞ്ഞു ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല, ഫോറസ്റ്റ് ഏരിയയാണ്, ഉള്ളിലേക്ക് വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ പ്ലാനൊക്കെ മാറി. ഇനിയിപ്പോൾ ആക്ച്വലി 2 പ്ലാനാണ് ഉണ്ടായിരുന്നത്, പൈക്കാര അല്ലെങ്കിൽ കോത്തഗിരി. കോത്തഗിരി പോകുമായിരുന്നു. വരുന്ന വഴിയാണെങ്കിൽ മൊത്തം ട്രാഫിക്. അയ്യോ എത്രയാ വണ്ടി. കുറേ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട്സ്. അവിടേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ. അങ്ങനൊരു വഴിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. പക്ഷേ ഇനിയുള്ള നമ്മുടെ ബാക്കിയുള്ള 2 പേര് ഇതുവരെ എത്തിയിട്ടില്ല. അവർ ആ ട്രാഫിക്കിൻ്റെ ഇടയിൽ പെട്ടു. നമ്മുടെ പിന്നെ വരുന്നുണ്ട് 2 പേര്. നമ്മുടെ പിന്നെ വമ്പൻ ഡ്രൈവർ ഇതേ നിൽക്കണ്. ഡ്രൈവർ ഇടയിൽ കൂടെ പൂന്ത് വന്നു. അപ്പോൾ ഇതേ ബാക്കിയുള്ള 2 പേര് അവിടെ വരുന്നുണ്ട്. പക്ഷെ വന്നിട്ട് കാര്യമില്ല, നമുക്കിവിടെ പോകാൻ പറ്റൂല. സോ ബേസിക്കലി ഇപ്പോൾ കട്ട പോസ്റ്റായി. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും വേറെ വല്ല പ്ലാനും നോക്കേണ്ടി വരും. ലെറ്റ്സ് സീ. ഇവിടെ എവിടെ പോകണ്ടേന്ന് പോലും അറിയില്ല. ഒരുത്തൻ അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. അയ്യോ പെരിയ ബാറ്റ്സ്മാൻ ഉണ്ടാരേ. മുട്ട പൊട്ടിയിട്ടുണ്ടോ അവിടെ? അവിടെ നോക്ക്, ബോൾ അവിടെ നോക്ക്. അതും കൂടെ പോലെ ஹங்கர்ஃபோர்டு டீ எஸ்டேட் பிரிட்ஜு. വൈ അവിടെ பைக்காரா ரொம்ப க்ரௌடடாக இருக்குது. ஸோ மேபி ஆஃப் பீட்டாக ஏதாவது பார்த்தோம், மேப்பில் பார்த்தோம், அப்படியே போகிறோம். அவர் സജഷൻ കൊടുത്തിരിക്കാറ്. ദിസ് ഈസ് വൺ ഓഫ് ദി റീസൺ ഞങ്ങളിപ്പോൾ അവിടെ പോയിട്ടൊന്നും നടക്കാത്തതിൻ്റെ. പിന്നെ പൈക്കാലയിലാണെങ്കിൽ ഭയങ്കര തിരക്കുമായിരിക്കും. ഈ പോണതിൽ പകുതി ആൾക്കാർ അവിടെ ഉണ്ടാവും. വരുമ്പോൾ നിൽക്കുന്ന ലൈൻ അതേപോലെ നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലേ? ഭയങ്കര വലിയ ലൈനാണ്. ஏறி வராங்க. അതാ
போலாம். ഓക്കെ ഹങ്കർ ഫോർഡ് വന്നു. அவர்கிட்ட தெளிவாக கேளுங்க டிக்கெட் எடுக்கும்போது பாலத்தில் ஏறலாமா இல்லை என்ன மலையாளி எடுக்கிறதுக்கு வந்து கொஞ்சம் நான் என்ன பண்ணால் அப்படியே டிஷர்ட் எப்படி பண்ணி விட்டேன். ஏன்னா அந்த கௌஷிக் பார்த்துருப்பாரு. என்ன பார்த்துருப்பாரு? റെക്കോർഡ്. ഓക്കെ അപ്പോൾ നമ്മളെല്ലാ പ്ലാനും മാറ്റി അവസാനം ഹങ്കർ ഫോർട്ടിലെത്തി. ഇവിടെ ടിക്കറ്റ് ആൾക്കാർ വരുന്നത് കുറയ്ക്കാൻ വേണ്ടി അവർ ടിക്കറ്റിൻ്റെ റേറ്റ് കൂട്ടിയേക്കാണ്, 100 രൂപയാക്കി. കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് എൻ്റെ ഉള്ളിലൊരു പാലമുണ്ട്, ഒരു എസ്റ്റേറ്റും ഉണ്ട്. ഐ തിങ്ക് ഇത് ഇൻസ്റ്റാഗ്രാമിൽ വേണ്ട സെയിം സാധനമല്ലേ? ആ ചുമ്മാ പിന്നെ വേറെ ഒന്നും പ്ലാനൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ എന്നാൽ ചുമ്മാ ഇവിടെ കയറി കുറച്ച് നേരം ചുറ്റിയിട്ട് അങ്ങനെ റിട്ടേൺ അടിക്കാം ബാക്ക് ടു ഊട്ടി. എന്നിട്ട് മേ ബി ഈവനിങ് വെല്ലിംഗ്ടൺ പോകാം എന്നുള്ളൊരു പ്ലാനാണ്. സോ ഈ കാണുന്നതല്ലേ പാലം? അതെ. നൈസ്. പക്ഷെ ഇത് പൊളിഞ്ഞ കാരണം നമുക്ക് കയറാം. നല്ല വൈബ് സ്ഥലമല്ലേ? பெருசாக ஒன்றும் ஆசை இல்லை. இந்த மாதிரி ஒரு இடத்துல அப்படியே வச்சுன்னா അതെ. அப்படியே சுற்றி പിന്നെ കൂടെ ആരും വേണ്ട? கூட 2 நாய் வேணும். വേറെ ആരും വേണ്ട? ഇത് ആൾക്ക് അയച്ചു കൊടുത്ത പ്രശ്നമില്ലല്ലോ. அதுக்கப்புறம் நேற்று போன மாதிரி ஒரு ஹோம் ஸ்டேட் அவங்கள, அப்புறம் ஒரு இது ഹോട്ടൽ. அங்கே போயிட்டு உட்காந்துருக்கலாம். குறுக்கு இந்த கௌசிக் கொண்டா இங்கே பாரு, இவனுக்கு ஏதோ ஃபோட்டோஜெனிக் ஃபேஸ் இருக்கு. யாருக்கு? உனக்கு தான். നമ്മുടെ കൂടെ വന്ന 2 ടീംസ് സ്പോട്ട് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരിക്കുന്നുണ്ട്. കാണണ്ടോന്ന് അറിയില്ല, ഇത് ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്കും ക്യാമറയിൽ കണ്ണു കാണില്ല വെയിലടിച്ചിട്ട്. അങ്ങോട്ട് കയറി പോയി നോക്കി നോക്കാം. உனக்கு தான்டா வீடியோ எடுக்க போகிறாங்க. നല്ല വെയിലുണ്ട്. ഇന്നലെ ഈ സമയത്തൊക്കെ മഴയായിരുന്നു, അതുകൊണ്ട് രസമായിരുന്നു. ഇന്നിപ്പോൾ മൊത്തം വെയിലാണ്, ബട്ട് കുഴപ്പമില്ല. ഇന്നധികം ഒന്നും സ്ഥലത്തൊന്നും പോയില്ല നമ്മൾ. റൈഡ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. പ്ലാൻ ചെയ്ത സ്ഥലത്ത് അവർ കയറ്റില്ല എന്ന് പറഞ്ഞ്, പിന്നുള്ളതൊക്കെ ടൂറിസ്റ്റ് പ്ലേസസ്, അതൊന്നും നമുക്ക് സെറ്റ് ആവില്ല. സോ അറ്റ്ലാസ്റ്റ് നമ്മൾ ഹങ്കർ ഫോർട്ട് വന്ന് കുറച്ച് നേരം ഇരുന്നു. ഇനി മോസ്റ്റ്ലി വിൽ ഹാവ് ലഞ്ച് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്ന് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. பண்ணிட்டேன் அதில் போக முடியாது போலயே. வழி காட்டு. ஷிபின் இப்படி தான் காட்டுது. வீடியோ எடுக்கிறேன்ற நின்றுட்டு இருக்கான். ஆசிஷ் நிற்கிறானா? ஆஹா, പാത്തടാ, അവിടെ നിന്നു നിക്ക്. திருப்பா எப்படி காட்டுது வழி?
ലൈറ്റിൽ കാണിക്കുന്നില്ല. ലൈറ്റ് ഉള്ളതാണ്. ആ செமையா இருக்கா ஆசிஷ்? ஆமா ஆமா. போ போ. എനിക്ക് തലവേദന കൂടുന്നു തോന്നുന്നു. முடியாதா? இப்படி போலாங்களா? வலிக்கிறோம். நல்லா இருக்காப்பா. பாத்துறாடே. பொறுமையா போ. எப்படி பாரு கீழயா? திரும்பி போறதுக்கும் கஷ்டமா இருக்கும். வேகமா போறான். ஏமா ஆசிஷ் பொறுமையா போடா. டபுள்ஸ் வேற எனக்கு. இரு 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 இரு. ஏய் வழி இருக்கா இங்க? திரும்பி ஏத்துறதுக்கும் வேணாம். இறங்குறியா? வழி இருக்கானே தெரியலையே. ஐ திங்க் அவ்வளோதான். இதுக்கு மேலே மெயின் ரோடுன்னு நினைக்கிறேன். அல்ல வா வா. ஆமா தெரியல. இது மெயின் ரோடு மாதிரி தெரியலையே. ரெக்கார்டிங்ல இருக்கா? இருக்கு. இது பீதியா தான் இருக்கு. ഞങ്ങൾ കാട്ടിൽ വന്ന് പെട്ടു ഗൈസ്. ഇതിപ്പോൾ വഴി നോക്കി ഇത്തിരി ഇറങ്ങി വന്നു മാപ്പ് കണ്ടിട്ട്. പക്ഷേ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ വഴിയില്ല. അതേപോലെ ഇങ്ങോട്ട് പോകാനും വഴിയില്ല. ഇനിയിപ്പോൾ ഈ ഇറങ്ങി വന്ന് അതേപോലെ തിരിച്ചങ്ങോട്ട് കയറി പോകണം. ഇറങ്ങി വരുമ്പോൾ തന്നെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അതുകൊണ്ട് ഇവർ കയറി പോവും, ഞാൻ നടന്ന് കയറും. അതാണ് പ്ലാൻ.
பிரவீனா தள்ளு தள்ளு அவனை. ஆஷிஷே அவ தள்ளுவா. இப்போ போடா. இப்படி வந்து ஏற்ற கஷ்டமா இருக்குல்ல, இதாண்டா ஈஸி. இப்படி வந்துட்டு போயிடலாம்ல. சரி இரு ஃபஸ்ட்டு ஒரு வாட்டி ட்ரை பண்ணு. கிரவுண்ட் கிளியரன்ஸ் இல்லைல்ல. ஆமாம் ஆமாம். டயர் காஞ்சிருச்சா? இல்லை போ. ஏற்ற முடியுதான்னு பாரு. அது ஓடி இதுல மாட்டிக்கிட்டு தான் தெரியுது. கொஞ்சம் அந்த ஓடி பின்னாடி ஒரு இருக்கு, பின்னாடி இருக்கு. இரு இவன் இப்படி போட்டோம். இல்ல டயர் மேல இருக்கு. அதான் இப்படி வந்து போறோம். ஏய் பாத்து அது இப்போதைக்கு நிக்குடா. அவ்வளவுதான். இப்போ ஏத்துறா. ஏத்துறா போடா. கண்ணு எடுக்குது, சாண்டா புரியுதா? இரு இப்படி சரி. சரி ஓகே விடு நவுரு. அவனுக்கு சரிதான். இப்படி போ. சரி ஏறு ஒரு மாதிரி ஸ்லாண்ட் ஆகுது. ஸ்மெல்லே வருது. அவ்வளோதான்டா போடா. யார் சிரிக்கிறா? நீ தான் சிரிச்சுக்கிட்டு இருந்தியா? கேமரா ஆஃப் பண்ணிராத. என்னடா அது எப்படி தெரியுமா இப்படி ஸ்லாண்டா இருக்கா? டயர் எப்படி வழுக்குது? ஸ்லாண்டான டயர் இப்படி வழுக்குது. உங்களுக்கு இப்படி தானே கீழே நான் வழுக்கிட்டு அந்த பச்சை இட ஈஸியான. போ முன்னாடி போ. பொறுமையா போ. தைரியமா ஓட்டு. சரி இல்லை இன்னொரு ஸ்ட்ரெச் இருக்கு இந்த மாதிரி. நான் இங்கே 2 இடம். அവിടേക്ക് നിർത്തണേ. ஓகே இட்ஸ் டைம். இல்லை இரு இதெல்லாம் ஈஸி. இப்படி தானே வந்தோம். எப்படி இந்த வடியெல்லாம் இல்லை நம்ம வரும்போது. அதான் இப்படி தான் வந்தோம். இப்படியே வந்தோம். இரு இறங்கிறியா? ஆஷிஷே Flashback. கால் வலிச்சுக்கிட்டு இருக்கு சார். பிடி வண்டி பிடி. ஹைட் இல்ல. இந்த பாரு ரைட் கால் லெஃப்ட் காலில் பேலன்ஸ் பண்ண. நேரா விடு. இந்த பக்கம் வந்துக்கோ. நேரா விடு. ஃபர்ஸ்ட் கியர் நேரா ஏது. വെള്ളമൊന്നുമില്ല. അപ്പൊ ഇത് ഇല്ലയാ?
ഇതല്ലേ അല്ല ഇത് വഴിതാ വഴിതാ. പിന്നെന്താണോ? ഞാൻ വീണതല്ലല്ലോ എന്ന് ചോദിച്ചതാ. വീണതല്ല. காய்காலம் வலிச்சிருச்சு. அந்த பக்கம் ஆயிட்டா இருக்கா? கால் நீட்டமுல்ல. இது ஒரு வீடியோப்பா. எங்கடா? എടി കേറിക്കോ വാ. இங்க இருந்தாலும் வேணாம் ப்ரோ. കേറിക്കോ, ഞാൻ നടന്നു വന്നോളാം. கொஞ்சம் தோ இங்க போனதுக்கு அப்புறம் போகலாம். ഇത് ഈസി தானே? இல்ல இது இந்த சைடு சாஞ்சினா உங்க கால் இங்க வர. இரு அவன் வரட்டும்டா. இங்கோல வாங்கி இருக்கு. என் வண்டி செம்மையா இருக்கு. என்ன சொல்ற? நான் தான் ஃபர்ஸ்ட் ஏத்துனேன். பைத்தியம். അപ്ഡേറ്റ് കൊടുത്തു. എങ്ങ വണ്ടി ഒരു സ്ഥലത്ത് പോലും മുക്കിയിട്ടില്ല. ഒരു സ്ഥലത്ത് പോലും എല്ലാം ഫുൾ അവന്റെ ഡബിൾസ് ഉള്ള മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. செம்மையா இருக்கு. என்னோடது அந்த குழியில மாட்டிக்கிச்சு ஒரே ஒரு இடத்துல. കാഞ്ചനം എല്ലാം ഉണ്ട്. அது ஃபுல்லா சாலி இது ப்ரோ സഗതി. ആ അപ്ഡേറ്റ് കൊടുത്തു. മാൻ, ഒരു വലിയൊരു അഡ്വഞ്ചർ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഞങ്ങളുണ്ടല്ലോ ഇതേ ആ കാണുന്ന വഴി. ഐ തിങ്ക് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാനെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് കൂടെ പോയിട്ട് ആകെ പെട്ട അവസ്ഥയായിരുന്നു. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട, ടാസ്ക്. പക്ഷേ 3 വണ്ടി ഉണ്ടായിരുന്നു. ഐ തിങ്ക് വീസ്റ്റോം റിയലി ഈസ് ഗുഡ്. കാരണം അധികം പ്രശ്നമൊന്നുമില്ലാതെ നൈസായിട്ട് കയറി. ഹിമാലയൻ ഈസ് ഓൾസോ ഓക്കെ. 2-3 സ്ഥലത്ത് മാത്രം ടയറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതർവൈസ് ഗുഡ്. പക്ഷേ നമ്മുടെ ആശിഷിൻ്റെ ബുള്ളറ്റ് ക്ലാസിക് 350 സ്ട്രഗിൾഡ് ലോട്ട്. അത് ഏതൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ വീഡിയോ ചെക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോഴേ അതൊക്കെ കാണുള്ളൂ. പക്ഷേ എൻ്റെ പൊന്നെ, ഒരു സ്ഥലത്ത് വീഴാൻ പോയി ഞാൻ പിടിക്കേണ്ടിയൊക്കെ വന്നു. അത് എന്നെയൊക്കെ വിശ്വസിച്ച് പിടിക്കാൻ പറയാന്ന് വെച്ചാൽ ജസ്റ്റ് തിങ്ക്. ബട്ട് സച്ച് ആൻ അഡ്വഞ്ചർ. ഇന്നലെ ഭയങ്കര ഡേ ആയിരുന്നു. ലൈക്ക് നല്ല സ്മൂത്തായിട്ട് പോയി, കുറേ അടിപൊളി വൈബൊക്കെ ഉണ്ടായി. പക്ഷെ അതിനു വേണ്ടി ഞങ്ങൾ ഇന്ന് ഒന്നുമില്ല സംഭവം എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ അടിപൊളി സാധനം ഒന്ന് വന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം അതിനെക്കുറിച്ച്? ബെസ്റ്റ്. ഇനി അഡ്വഞ്ചർ കിട്ടിയില്ല എന്ന് പറയോ ഈ ട്രിപ്പിൽ? ഇനി ഓഫ് റോഡ് അവൻ ചോദിക്കോ? അതെ, വിചാരിച്ചാലും പറ്റൂല. Okay, so പറയൂ, what is your experience with Himalayan? Super. Yours? Best. ஆஷிஷ் தான் அடி வாங்கினா. ரொம்ப இதை வச்சுட்டு பரவாயில்ல வந்துட்டோம் எப்படியோ. நீ ஆனா தனியா வர முடியாது. உண்மையில தனியான விட்டுருப்பேனா. The biggest adventure from Ooty trip. யாராவது ஆஃப் ரோட் போகணும்னா കറക്റ്റ്. ആർക്കെങ്കിലും ഓഫ് റോഡ് പോകണം, അല്ലെങ്കിൽ നല്ലൊരു അഡ്വഞ്ചർ ഇൻ വെൻ യു വോണ്ട് ഇറ്റ് ഇൻ ഊട്ടി, ഹംഗർഫോർഡിൽ നിന്ന് വരുന്ന ഊട്ടിക്ക് പോകുന്ന വഴി ഇങ്ങനൊരു അമ്പലമുണ്ട്. വരുന്ന വഴി അവിടെ നിന്നാണ് വരിക. ഇങ്ങനൊരു അമ്പലമുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വഴിയുണ്ട്. അതിൽ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരണം. പക്ഷേ പോയി വരുമ്പോഴത്തേനും ഏകദേശം ഒരു വഴിയായി കിട്ടും. സോ ദാറ്റ് വിൽ ബി ലൈക്ക് എ ബെസ്റ്റ് അഡ്വഞ്ചർ ഫോർ യു. അയ്യോ, എൻ്റെ മൂക്ക് ഞാൻ ജോക്കർ പോലെ ആയി കണ്ടോ, റെഡായി. കോൾഡ്. ഹിൽ സ്റ്റേഷൻ വന്നാലേ ഇങ്ങനെയാവും. ഒരു അഡ്വഞ്ചർ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഞങ്ങളിവിടുത്തെ തലശ്ശേരിയിലാണ്. ഹോപ്പ്ഫുള്ളി ചോറ് കഴിയും. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ കഴിഞ്ഞ അഡ്വഞ്ചർ കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ട്. സോ എന്തെങ്കിലും ചോറ് ഐറ്റംസ്, മൂസ്റ്റ് ബിരിയാണി തന്നെ കഴിക്കാന്നുള്ള പ്ലാനാണ്. അപ്പൊ ഇതിലെടുത്ത വീഡിയോസ് ഒക്കെ ഇന്ന് നോക്കി എല്ലാം എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നൊക്കെ നോക്കണം.
இது பார்த்தா எனக்கு ஆச்சரியம். பாருங்க அப்படி ஊத்துன ஒரு இது எனக்குலாம் பயமா சாம்பாரே அவ்வளோ ஊற்றுமா? அவன் என்ன பாருங்க இல்லையா? ഹോട്ട് ചോക്ലേറ്റ് ലാസ്റ്റ് ആയിട്ട് കിട്ടി. നമ്മൾ ക്രോസാൻ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുപോലെ ഉള്ളതെന്നാ പറഞ്ഞാൽ മൈലോ ടേസ്റ്റാണ് ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ. அதான் நல்லா இருக்கும். கொஞ்சம் வாயில் வச்சுட்டு നമ്മൾ കാട്ടുപോത്തിനെ നോക്കി പോവാണ്. അതെങ്ങാനും എന്നെ കണ്ടതിൻ്റെ പിന്നാലെ ഓടും. പക്ഷേ ഒരു വീഡിയോയ്ക്ക് വേണ്ടി, കണ്ടൻറ്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം. മുഖം കാണുന്നില്ലടാ. இண்டி போட்டு தான் இப்படியா இருக்கேன். பசங்கெல்லாம் சொல்லுவாங்க இண்டி போடுறதெல்லாம் கேனு. மிக்சி தூக்கி அவன் அடிப்பான், தண்ணி அடிப்பான். 4 கிளாஸ் வாங்கியிருக்கேன். 4 கிளாஸ் இருக்கு. கூட ஆள் இருந்தா அண்ணா கொஞ்சம் அடிப்பங்க. நீ சிகரெட் அடிப்பியா? யாரு? இல்ல எனக்கு சிகரெட் பழக்கம் கிடையாது. ஏங்க எனக்கு பழக்கம் கிடையாது.